നമസ്കാരം. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പൊതുജനങ്ങൾക്ക് എന്തോ ഒരു അകൽച്ചയാണ് അതിനോട്. എന്താ കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. അതൊക്കെ എന്തിനാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതും കൊണ്ടൊന്നും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലൊന്നും ഈ പ്രൈവറ്റ് ആശുപത്രിക്കാർ സ്വീകരിക്കത്തില്ല, ആദ്യം കാശടയ്ക്കാൻ പറയും, ഇതിനൊക്കെ എന്തിനാണ് പോകുന്നത്, വെറുതെ നമ്മുടെ കയ്യിലിരിക്കുന്ന 10,000-20,000 രൂപയ്ക്ക് ഇൻഷുറൻസുകാർക്ക് കൊടുത്തിട്ട് നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ അത് പറ്റത്തില്ല ഇത് പറ്റത്തില്ലെന്ന് പറയും. ഇങ്ങനെയൊക്കെ ഒരു മിസ്കൺസെപ്റ്റ്, തെറ്റിദ്ധാരണകൾ ജനങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് പലരും ഈ ഇൻഷുറൻസ് എടുക്കാറില്ല, ഈ ഹെൽത്ത് ഇൻഷുറൻസ്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാമെന്ന് വിചാരിച്ചത്. ഇതിനകത്തെ പ്രധാന പ്രശ്നം നമ്മളുടെയൊക്കെ അജ്ഞത തന്നെയാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ശരിക്കും കാര്യങ്ങൾ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ടങ്ങ് പോകും. ഞാനിതുപോലെ ഇൻഷുറൻസിലൊക്കെയാണ്, എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറയുമ്പം പലരും അങ്ങ് സഹായിക്കും. അവർക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ് പോളിസി അങ്ങ് എടുക്കും. അത് ചിലപ്പോൾ 1 ലക്ഷത്തിൻ്റെ ആയിരിക്കും, 2 ലക്ഷത്തിൻ്റെ ആയിരിക്കും, 5 ലക്ഷത്തിൻ്റെ ഒക്കെ ആയിരിക്കും. ഇവർ പറയുന്ന കഥകൾ മുഴുവൻ കേൾക്കാനുള്ള ക്ഷമ നമുക്ക് കാണത്തില്ല. നമുക്ക് വേറെ പണിയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ആട്ടെന്ന് കരുതി നമ്മളങ്ങ് എടുക്കും. ഇതല്ലേ ഇവിടെ സംഭവിക്കുന്നത്. ഇതും കൊണ്ട് നമ്മളവിടെ ഇരിക്കും. 5-6 മാസം കഴിയുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു ആശുപത്രി പോകേണ്ട ആവശ്യം വരും. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ആശുപത്രിക്കാർ പറയുക, ഇപ്പം ആദ്യം ഒരു 25,000 രൂപ അടയ്ക്കും, ഒരു 50,000 രൂപ അടയ്ക്കും. നമുക്ക് വല്ലാത്തൊരു സങ്കടമാവും, ഇറിറ്റേഷനാവും അല്ലേ. അപ്പോഴാലോചിക്കുന്നത്, ഇതൊക്കെ എന്നതിനെടുത്തത്, വേറെ പണിയൊന്നുമില്ലായിരുന്നു, അന്ന് ആ കാശും കൊടുത്തു, അതും പോയി, ഇപ്പോൾ ഇവരിവിടെ കാശടയ്ക്കാൻ പറയുക. ഈ പ്രൈവറ്റ് ആശുപത്രിക്കാരെല്ലാം പറ്റിയില്ല. അങ്ങനെ നമ്മുടെ മനസ്സിലൊരു തോന്നൽ വരുന്നു, നമ്മളെവിടുന്നേലും ബാങ്കിൽ കിടക്കുന്ന കാശ് എടുത്ത് അടയ്ക്കുന്നു, അല്ലെങ്കിൽ ആരെന്തെങ്കിലും പെട്ടെന്ന് അറേഞ്ച് ചെയ്തിട്ട് ആ കാശ് അടയ്ക്കുന്നു, അഡ്മിറ്റ് ആവുന്നു. ഇന്ത്യയിലെ ഗവൺമെൻറ് ഓണർഷിപ്പുള്ള 4-5 കമ്പനികളുണ്ട്. LIC തന്നെ എല്ലാവർക്കും അറിയാവുന്ന പേര്, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ്, ഓറിയന്റൽ ഇൻഷുറൻസ്, നാഷണൽ ഇൻഷുറൻസ്, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ്. ഇത് കൂടാതെയാണ് ഇഷ്ടം പോലെ പ്രൈവറ്റ് കമ്പനികൾ. ഞാൻ ഈ പ്രൈവറ്റ് കമ്പനികളുടെ ഒന്നും പേര് പറയുന്നില്ല. പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവർക്കെതിരായിട്ട് സംസാരിക്കുന്നുള്ളതായി പോവില്ല, അത് വേണ്ട. ഈ പ്രൈവറ്റ് കമ്പനിക്കാർ വളരെ അഗ്രസീവായിട്ട് ഇഷ്ടം പോലെ മാർക്കറ്റിങ്ങിന് ആളെയും പറഞ്ഞു വിട്ട് മാർക്കറ്റിംഗ് നടത്തും. നമ്മുടെ എല്ലാം വീടുകളിൽ വരും. നമ്മൾ വഴിയുടെ എതിരെങ്കിലും പോയി കഴിഞ്ഞാൽ തന്നെ നമ്മളെ ഓടിച്ചിട്ട് പിടിക്കും. അവിടെയാണ് നമ്മളിലേക്ക് ഈ ബന്ധുക്കളുടെ ചെറുപ്പക്കാരായ ആളുകൾ വന്നിട്ട് നമ്മളെ കൊണ്ട് ഈ പോളിസി എടുപ്പിക്കുന്നത്. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഗവൺമെൻറ് കമ്പനികൾ അവരുടെ മാർക്കറ്റിങ്ങിൻ്റെ ആൾക്കാരെയൊന്നും നമ്മുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടത്തില്ല. അവർ നമ്മളെ ശല്യപ്പെടുത്തത്തില്ല. ഗവൺമെൻറ് ഇൻഷുറൻസ് പോളിസികളെ കുറിച്ച് അറിയാവുന്നവർ അത് മാത്രമേ എടുക്കുകയുള്ളൂ. നിങ്ങൾക്കൊരു ഇൻഷുറൻസ് പോളിസി എടുക്കണം. ഉടനെ എന്താണ് എല്ലാവരും ചെയ്യുന്നത്? പെട്ടെന്ന് ഇൻ്റർനെറ്റ് നോക്കും, അതല്ലെങ്കിൽ അറിയാവുന്ന ഒരാൾ സംസാരിക്കും അല്ലേ. അപ്പോൾ അറിയാവുന്ന ഒരാൾ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അവർ ഏത് കമ്പനിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നോ, അല്ലെങ്കിൽ അവർക്ക് ഏത് കമ്പനിയായിട്ട് അടുപ്പമുണ്ടോ അവരിൽ ആ കമ്പനിയുടെ പോളിസി എടുപ്പിക്കാൻ മാത്രമേ ശ്രമിക്കത്തുള്ളൂ. രണ്ടാമത്തെ ഓപ്ഷനാണ് ഇൻ്റർനെറ്റ് നോക്കുക. ഇൻ്റർനെറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്നത്, ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് ടൈപ്പ് ചെയ്താൽ കാണുന്ന മുഴുവൻ ഒരു 8-10 പ്രൈവറ്റ് കമ്പനികളുടെ പേരുകളാണ്. ആ കൂട്ടത്തിലെങ്ങും ഈ ഞാൻ മുമ്പേ പറഞ്ഞ ലിസ്റ്റിലുള്ള കമ്പനികളൊന്നും കാണത്തില്ല. ഈ പ്രൈവറ്റ് കമ്പനികളുടെ ആ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന എന്താണ്? ഒരു സ്ഥലത്ത് പോലും ഒരു കമ്പനി പോലും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു ഡീറ്റെയിലും കൊടുത്തിട്ടില്ല. നോക്കിയോളൂ. അവർ കാണിക്കുന്ന എന്താണ്? ആദ്യം നിങ്ങളുടെ പേര്, ഏജ്, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ഈ 3 കാര്യങ്ങൾ എൻ്റർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് ആ സൈറ്റിൽ മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ചില സൈറ്റുകളൊക്കെ പറയും അവരുടെ റെപ്രസെൻറ്റേറ്റീവ് നമ്മളെ വിളിക്കും. ഇങ്ങനെ ചെയ്തു പോയെന്ന് വിചാരിച്ചോ, 24 മണിക്കൂറിനകം ആ കമ്പനിയുടെ കോള് വരും. തീർച്ചയായിട്ടും അവർ നമ്മളോട് കഥയൊക്കെ പറയാൻ തുടങ്ങും. പക്ഷേ വേറൊരു അപകടം കൂടി ഇതിനകത്തുണ്ട്. നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഈ നമ്പർ, ഈ ഡാറ്റ ലീക്ക് ആവും. ഇത് ഇൻഷുറൻസ് കമ്പനിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കാലുവലിക്കുന്ന പരിപാടിയാണ്. അവർക്ക് ആ 24 മണിക്കൂറിനെ ഇവർ കോൺടാക്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ നമ്പറുകൾ മറ്റുള്ള ഇൻഷുറൻസ് കമ്പനിക്കാർ എങ്ങനെയൊക്കെ അടിച്ചു മാറ്റും. പിന്നെ വരുന്ന ഒരാഴ്ചത്തേക്കോ 1 മാസത്തേക്കോ നമ്മുടെ സമാധാനം ഇവർ കളയും. 4, 5, 10 കമ്പനികളിൽ നിന്നൊക്കെ കോളുകൾ വരാൻ തുടങ്ങും. ഇത് ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ളവർ വീണ്ടും ഒരിക്കൽ കൂടി ഈ വെബ്സൈറ്റിൽ നിന്നും പോയി നമ്മുടെ നമ്പർ എൻ്റർ ചെയ്യത്തില്ല. പിന്നെ എങ്ങനെ അറിയും നമ്മൾ ഈ ഗവൺമെൻറ് കമ്പനികളെ കുറിച്ച്? അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നല്ല പ്രവൃത്തി പരിചയമുള്ള ഇൻഷുറൻസ് ഏജന്റുമാരാരെങ്കിലും നമുക്കറിയാവുന്നവരുണ്ടായിരിക്കണം. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഗവൺമെൻറ് കമ്പനികൾ, ഈ 5 എണ്ണം, ഇവരുടെയൊക്കെ വെബ്സൈറ്റ് നോക്കൂ. ഒന്നുകൂടെ പറയട്ടെ ആ ലിസ്റ്റ്: ന്യൂ ഇന്ത്യ ഇൻഷുറൻസ്, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ്, ഓറിയന്റൽ ഇൻഷുറൻസ്, നാഷണൽ ഇൻഷുറൻസ്, പിന്നെ LIC. ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ ഇൻ്റർനെറ്റ് ടൈപ്പ് ചെയ്ത് നോക്കുക. അവരുടെ പ്രൊഡക്റ്റുകളുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചുള്ള കാറ്റഗറി ഉണ്ട്. അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ആ ഇൻഷുറൻസിൽ എന്തെല്ലാം നമുക്ക് കിട്ടും എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. 30-40 പേജാണ് ഓരോ കമ്പനിക്കാർ അതിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിരിക്കുന്നത്. അത് വായിക്കാനുള്ള ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യവും മനസ്സിലാവും. ഈ 5 സൈറ്റും കാണണമെന്നൊന്നുമില്ല. കാരണം ഈ 5 കമ്പനികൾ ഗവൺമെൻറ് ഓൺഡ് അല്ലേ. അപ്പോൾ അവർ കൊടുക്കുന്ന ഫെസിലിറ്റികൾ അതൊക്കെ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ ആയിരിക്കും. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ കാണുള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സൈറ്റ് കണ്ടാലും മതി. എന്നിട്ട് ഈ 5 എണ്ണത്തിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഡ്വൈസ്.
പിന്നെ ആദ്യം പറഞ്ഞ പ്രശ്നം, ഇത് മെനക്കാടാണ്, പറ്റീരാണ്, കാശ് അടയ്ക്കണം എന്നുള്ളത്. നമുക്ക് അതിലേക്ക് വരാം. എന്താ ഇവിടെ സംഭവിക്കുന്നത്? എല്ലാ ഹെൽത്ത് ഇൻഷുറൻസിനും ഒരു ബേസ് പ്ലാൻ ഉണ്ട്. ബേസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു എമൗണ്ട്, ഒരു തുക അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ലെവലിലുള്ള ഫെസിലിറ്റി കിട്ടും. 1 ലക്ഷം മുതൽ 1 കോടി വരെ വാല്യൂ ഉള്ള ഹെൽത്ത് ഇൻഷുറൻസുകളുണ്ട്. എല്ലാ ഹെൽത്ത് ഇൻഷുറൻസും 1 വർഷത്തേക്കാണ് കേട്ടോ. 1 ലക്ഷം രൂപയുടെ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഞാൻ 3000-4000 രൂപ അടച്ചുള്ളൂ, സന്തോഷം, അങ്ങനെ ഇങ്ങനെ നമുക്ക് അസുഖം വരില്ല എന്ന് തന്നെ നമ്മൾ ചിന്തിക്കുന്നു. അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും റിന്യൂ ചെയ്യുന്നു, നമുക്കെല്ലാം നോ ക്ലെയിം പോളിസി ഒക്കെ കിട്ടുന്നു. പിന്നെ എപ്പോഴും നമ്മൾ ആശുപത്രിയിലേക്ക് ചെല്ലുകയാണ്. ഇതിന് 1 ലക്ഷം രൂപ ഉള്ളല്ലോ വാല്യൂ, ഇതുകൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോഴാണ് നമ്മൾ അതിൻ്റെ ആ റിയാലിറ്റി, ആ സത്യം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. നമുക്ക് ദേഷ്യം വരും, പിന്നെ എന്താ ഇടപാടാ എന്ന് ചോദിക്കും. 2 ലക്ഷം എടുത്തവനും 3 ലക്ഷം എടുത്തവനും ഒക്കെ ഏകദേശം വലിയ വ്യത്യാസമൊന്നുമില്ല, ഇതേ അവസ്ഥ തന്നെയാണ്. ഇതൊന്ന് മനസ്സിലാക്കിക്കോളുക. ഏറ്റവും കുറഞ്ഞത് 5 ലക്ഷത്തിൻ്റെയെങ്കിലും പോളിസി എടുത്തിരിക്കണം. ഈ 5 ലക്ഷത്തിൻ്റെ പോളിസി എടുക്കുമ്പോഴാണ് അതിൻ്റെ വാല്യൂ കൂടുന്നത്. 3000-നും 4000-നും ഒന്നും കിട്ടില്ല. 20 വയസ്സുള്ള ഒരാൾ 10 ലക്ഷത്തിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെങ്കിൽ അയാൾ കൊടുക്കേണ്ടത് ഏകദേശം 10,000 രൂപയാണ്. GST കൂടി ചേർത്തുള്ള എമൗണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അത് 30 വയസ്സുള്ള ആളെടുത്താലോ ഏകദേശം 11,500 രൂപ, 11,500 ആവും. ഇനി 40ലേക്ക് പോകുമ്പോഴാണ് ഏകദേശം 14,000 രൂപയാവും. 50ലേക്ക് പോകാം, അവിടെ ചെല്ലുമ്പോൾ ഏകദേശം 24,000 രൂപയാവും. 55ലേക്ക് പോയാലോ അത് ഏകദേശം 30,000 രൂപയാവും. 20 വയസ്സുള്ളയാൾ 10,000 രൂപയ്ക്ക് പോളിസി എടുക്കുന്നു, 55 വയസ്സുള്ളയാൾ 30,000 രൂപയ്ക്ക് പോളിസി എടുക്കുന്നു. വാല്യൂ സെയിം ആണ്, 10 ലക്ഷം രൂപയാണ്. നമുക്ക് പ്രായം കൂടുന്തോറുമേ ഈ അസുഖം വരാനുള്ള ചാൻസ് കൂടുകയല്ലേ. അതുകൊണ്ടാണ് ഇൻഷുറൻസ് കമ്പനിക്കാർ നമ്മളിൽ നിന്ന് കൂടുതൽ കാശ് വാങ്ങിക്കുന്നത്. നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, 30,000 രൂപ അടയ്ക്കണോ, ഇത്രയൊക്കെ വേണോ, എന്തിനാ വെറുതെ കാശ് കളയുന്നത് എന്നൊക്കെ ആലോചിച്ച് 1-2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മുടെ അയലോക്കത്തോട്ടുള്ള ഏതെങ്കിലും നമ്മുടെ പരിചയക്കാരനായ ആരെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ അവരെ കാണുന്നു, ഇൻഷുറൻസ് ആണെന്ന് പറയുന്നു. നമ്മൾ അവരോട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറയാണ്, അയ്യോ സാറേ എന്തിനാ ഇത്രയും കാശൊന്നും മുടക്കണ്ട, 30,000 രൂപ എന്ന് സാറ് പറഞ്ഞില്ലേ, ആ സാധനം ഞാൻ 20,000 രൂപയ്ക്ക് എടുത്തു തരാം. അപ്പം 10 ലക്ഷം രൂപയോ? ഞാൻ ശരിയാക്കി തരാം, ഞാൻ നാളെ അങ്ങോട്ട് വരാം. അയാൾ വരുന്നു, അയാളുടെ ലാപ്ടോപ്പൊക്കെ തുറന്നുകൊണ്ട് വരുന്നു, വന്നിട്ട് നമ്മുടെ മുമ്പിൽ ഒരു പ്രസൻറ്റേഷൻ നടത്തുന്നു, അവരുടെ ചാർട്ടൊക്കെ നമ്മളെടുത്ത് കാണിക്കുന്നു. നമ്മൾ നോക്കുമ്പോൾ ശരിയാണ്, ടാക്സ് ഉൾപ്പെടെ 20,000 രൂപയേ ഉള്ളൂ, 10 ലക്ഷം രൂപയുടെ കവറേജും ഉണ്ട്. പിന്നെ നമ്മൾ കൂടുതലൊന്നും ആലോചിക്കത്തില്ല, അതങ്ങ് എടുക്കും. ഇതിനകത്ത് ഒരുപാട് ഹിഡൻ പോയിന്റ്സ്, മറച്ചു വെച്ചിരിക്കുന്ന സത്യങ്ങളുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ബേസ് പാക്കേജ്, ബേസ് വാല്യൂ എന്ന് പറയുന്നത് 10 ലക്ഷം അല്ല, അതൊരു പക്ഷേ 5 ലക്ഷമോ 6 ലക്ഷമോ ആയിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ ഒരു ടോപ്പ് അപ്പ് എന്ന് പറയുന്ന സാധനം ഇട്ടാണ് നിങ്ങളെ കൊണ്ട് 20,000 രൂപ അടപ്പിക്കുന്നത്. ഇതും കൊണ്ട് നമ്മൾ ഒരു ആശുപത്രി ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ മനസ്സിൽ എന്താണ്, 10 ലക്ഷത്തിൻ്റെ പോളിസിയാണല്ലോ എടുത്തത്, അവൻ തന്നതോ 5 ലക്ഷത്തിൻ്റെ, അതിന് മുകളിൽ ടോപ്പ് അപ്പ് ആണ്. 1 ലക്ഷത്തിൻ്റെ പോളിസി എടുക്കുന്ന അയാൾ ആശുപത്രി ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവർ പറയുകയാണ്, ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല സാറേ. 5 ലക്ഷത്തിൻ്റെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും വലിയ ആശുപത്രിയാണ്, അവർ പറയുകയാണ്, സാർ ആദ്യം ഒരു 25,000 രൂപ അടയ്ക്കും. 10 ലക്ഷത്തിൻ്റെ ആകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വരുന്നില്ല. നമ്മുടെ പ്രൈവറ്റ് ഏജന്റ് നമ്മളെ കൊണ്ട് എടുപ്പിച്ച സാധനം 10 ലക്ഷത്തിൻ്റെ അല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് അസുഖമാണ്, ആ കാശടയ്ക്കാൻ നമ്മളങ്ങ് അടച്ചു പോവുകയാണ്. ഇവിടെ ഈ പ്രൈവറ്റ് ഏജന്റ് എന്താ ചെയ്തതെന്നറിയോ, 5 ലക്ഷത്തിൻ്റെ ബേസ് പാക്കേജ് നിങ്ങൾക്ക് തന്നിട്ട് ബാക്കി 5 ലക്ഷത്തിന് ഒരു ടോപ്പ് അപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അത് ചെയ്തു. എങ്കിലും നിങ്ങൾക്ക് ആശുപത്രിയിൽ കിട്ടുന്ന ചികിത്സകൾ, ഫെസിലിറ്റികൾ, ഇതൊക്കെ 5 ലക്ഷത്തിൻ്റെ ബേസ് പാക്കേജ് വെച്ചുള്ളത് കിട്ടുള്ളൂ. ഈ 5 ലക്ഷത്തിൻ്റെ പാക്കേജ് ഉള്ള ആൾക്ക് അതിൻ്റെ 1% എമൗണ്ട് മാത്രമേ റൂം റെൻ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആശുപത്രി ചെല്ലുന്നു, അവിടെ ഒരു റൂമിൻ്റെ ഒരു ദിവസത്തെ റെൻറ്റ് 5,000 രൂപയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, ടാക്സ് കൂട്ടിയുള്ള വാല്യൂ ആണ്, ഒരു പ്രശ്നമില്ല. അവർ പറയും ഓക്കെ നിങ്ങൾ വന്നോളൂ, നിങ്ങൾ അഡ്മിറ്റ് ചെയ്യാം എന്നൊക്കെ പറയും. അതേസമയം അവിടുത്തെ റൂമിൻ്റെ ചാർജ് 6,000 രൂപയാണെങ്കിൽ ഈ ഇൻഷുറൻസ് കമ്പനിക്കാരൻ നിങ്ങൾക്ക് ടാക്സ് ഉൾപ്പെടെ 5,000 രൂപ പെർ ഡേ തരത്തുള്ളൂ. ബാക്കി കാശ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇടണം. 5 ലക്ഷത്തിൻ്റെ പോളിസിയുടെ കാര്യമാണ് പറഞ്ഞത്. അതേസമയം 10 ലക്ഷത്തിൻ്റെ ബേസ് വാല്യൂ ഉള്ള പോളിസി ആയിരുന്നെങ്കിലോ റൂം റെൻറ്റ് 10,000 വരെയുള്ള ഹോസ്പിറ്റലിലും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാതെ അഡ്മിറ്റ് ആകാമായിരുന്നു. ഇവിടെ അബദ്ധം കാണിച്ചത് ആരാണ്? നിങ്ങൾ 10 ലക്ഷത്തിൻ്റെയാണെന്ന് വിശ്വസിച്ച് 5 ലക്ഷത്തിൻ്റെയാണ് എടുത്തത്. ഈ ഇൻഷുറൻസ് പോളിസിക്കകത്ത് മറച്ചു വെച്ചിരിക്കുന്ന വേറൊരു കാര്യമുണ്ട്, കോ ഓപ്റ്റിംഗ് എന്ന് പറയും. നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ഏജന്റ് എന്ത് ചെയ്യുമെന്നറിയോ, ഇതിനകത്ത് കോ ഓപ്റ്റിങ്ങിനകത്തൊന്ന് ടിക്ക് ചെയ്തിടും. ഇത് നമ്മളറിയില്ല, 5-6 പേജുള്ള പേപ്പറാണ്, നമുക്കിതെല്ലാം നോക്കാൻ സമയം കിട്ടുന്നില്ല. കോ ഓപ്റ്റിംഗ് എന്ന് പറയാൻ നമ്മൾ സമ്മതിക്കുകയാണ്, ഹോസ്പിറ്റൽ ബില്ല് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ 25% ഞാൻ അടച്ചോളാം, അല്ലെങ്കിൽ 30% ഞാൻ അടച്ചോളാം എന്ന ഒരു എഗ്രിമെന്റ് നമ്മൾ അതിനകത്ത് ടിക്ക് ചെയ്ത് സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവരാദ്യം ഒരു 50,000 രൂപയോ 1 ലക്ഷം രൂപയോ അടയ്ക്കാൻ പറയുന്നത്. ഇതൊന്നും ഈ പ്രൈവറ്റ് ഏജന്റുമാർ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരത്തില്ല.
പക്ഷേ 10 ലക്ഷത്തിൻ്റെ എടുക്കുകയാണെങ്കിൽ ഒരു 4000 രൂപ കൊടുത്തിരുന്നെങ്കിലോ ഈ പ്രശ്നമൊന്നും വരില്ലായിരുന്നു. പിന്നെ ഈ ടോപ്പപ്പിനകത്ത് കുറേ കണ്ടീഷണൽ ടോപ്പുകൾ ഒരുപാടുണ്ട് കേട്ടോ. ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടോപ്പുകളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു അവസരത്തിൽ വിശദീകരിക്കാം. ഇവിടെ നിങ്ങൾ പറ്റിക്കപ്പെടുന്നത് ടോപ്പപ്പ് വഴിയാണ് എന്ന് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത്. അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ എടുക്കാതിരിക്കുക. നിങ്ങളുടെ ആരോഗ്യത്തെയാണ്, നിങ്ങളുടെ ബാങ്കിലെ ബാലൻസിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. കഴിയുന്നതും ഗവൺമെൻറ്റിൻ്റെ ഇൻഷുറൻസ് പോളിസികൾ എടുക്കുക. അതിന് ഒരല്പം ബുദ്ധിമുട്ടേണ്ടി വരും. ഓൺലൈനൊക്കെ അപ്ലൈ ചെയ്യാം. അതിന് അറിയാവുന്ന ആരോടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കുറച്ച് സമയം ചിലവാക്കി ഇൻ്റർനെറ്റിലിരുന്ന് നോക്കി കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഓൺലൈൻ പോളിസി എടുത്തുകൊള്ളുക. പെട്ടെന്ന് വരുന്ന ഏജൻറ്റുമാരെ സഹായിക്കാൻ ശ്രമിക്കരുത്. പ്രൈവറ്റ് കമ്പനികളുടെ പോളിസി എടുത്തിരിക്കുന്നെങ്കിൽ അടുത്ത തവണ നിങ്ങളുടെ ഏജൻറ്റിനെ കാണുമ്പോൾ ഇതൊന്ന് വ്യക്തമാക്കി തരാൻ പറയുക. ബേസ് വാല്യൂ എന്താണ്? ആ ബേസ് വാല്യൂ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ഫെസിലിറ്റികൾ കിട്ടും. 5 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തു കഴിഞ്ഞാൽ 5000 രൂപ വരെ റൂം റെൻറ്റിനുള്ള എലിജിബിലിറ്റി നിങ്ങൾക്കുള്ളൂ എന്ന് പറഞ്ഞില്ലേ. അതുപോലെ വേറെ പല കാര്യങ്ങളുമുണ്ട്. ഈ ബേസ് വാല്യൂ കൊണ്ടുണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് അവരോടൊന്ന് വ്യക്തമാക്കി തരുമോ, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പ്രോസ്പെക്ടസ് ഡീറ്റെയിൽസ് ഒക്കെ ഈ കമ്പനികളുടെ വെബ്സൈറ്റിലുണ്ട്. അവരെ കൊണ്ട് തന്നെ അത് തുറന്ന് നിങ്ങളെ കാണിക്കാൻ പറയുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് എടുത്തുകൊണ്ട് നമുക്ക് തരാൻ പറയുക. നിങ്ങൾക്ക് അത് ചോദിക്കാനുള്ള അവകാശമുണ്ട്, കാരണം നിങ്ങൾ അവരുടെ കസ്റ്റമറാണ്. ഈ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ഞാൻ ഒരു പാർട്ട് 2 അടുത്ത ആഴ്ച ചെയ്യുന്നുണ്ട്. അതിൽ ഈ ടോപ്പപ്പുകൾ എന്തൊക്കെയാണ്, അതിൽ ഒരു എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വേറെ എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടും, ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാനൊന്ന് വിശദീകരിച്ച് തരാം. എങ്ങനെ നമുക്ക് അഡ്വാൻസ് കൊടുക്കാതെ പേയ്മെൻറ്റ് അടയ്ക്കാതെ ഹോസ്പിറ്റലുകളിൽ എങ്ങനെ അഡ്മിറ്റ് ആവാം എന്നതിനെക്കുറിച്ചും ഞാൻ വ്യക്തമാക്കി തരാം. നമസ്തേ.